ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. പൗർണമി സന്ധ്യ തൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. പൗർണമി സന്ധ്യ തൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണ തൻ തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണ തൻ തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു. തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. വാനത്തിൻ നീരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ ഇന്ന പോലെ. വാനത്തിൻ നീരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ ഇന്ന പോലെ. മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ. മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മാടി വിളിക്കാതെ നീ വന്നു. മാടി വിളിക്കാതെ നീ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ
ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ബദ്രി, നൈസ് സോങ് സെലക്ഷൻ. ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് അല്ലേ, എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സോങ്. എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഭയങ്കര പാടായിരുന്നു ബാബുക്കയുടെ സോങ്സ് സെലക്ട് ചെയ്യാൻ. അതെ, കാരണം ഞാൻ മിക്കപ്പോഴും സെമി ക്ലാസിക്കൽ അങ്ങനത്തെ ടൈപ്പാണ് ആദ്യം മുതൽ എടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു വേറെ ഒരു മെലഡി, ശാന്തമായൊരു മെലഡി, അങ്ങനെയാണ് ഈ പാട്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഓക്കെ, ഇനി നമുക്ക് ചോദിക്കാം. ശരത് സർ. മക്കളെ, ഓ സാർ, എന്തൊരു പാട്ടാടാ, വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇത് കേട്ടിട്ട്. കാര്യം നീ പാടുമ്പോൾ മോനെ, ഞാൻ എൻ്റെ ആദ്യ ചെറുപ്പകാലത്തുള്ള അമ്മയുടെ കൂടെയൊക്കെ ഇരുന്ന് പാടുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു. ഇതൊരു പാട്ട് ഒരു നിവൃത്തിയില്ല. കാര്യം ഇങ്ങനെ ചിലപ്പോഴൊക്കെ മനസ്സിൽ തോന്നും, ഇങ്ങനെയൊക്കെ ഉള്ളൊരു പാട്ടുണ്ടാക്കിയിട്ട് ചത്താലും കുഴപ്പമില്ല. കാരണം നമുക്കൊന്നും പറ്റത്തില്ല അത്. കാരണം അതൊക്കെ വേറെ ലെവൽ കോമ്പോസിഷൻസാണ്. മനോഹരം മക്കളെ, എന്തായാലും കുറേ സന്തോഷം. ഇനി ഇതിന്റെ കാര്യങ്ങളൊക്കെ പറ. ആരാണ് എഴുതിയത്, പാടിയതൊക്കെ പറ. സിനിമ അന്വേഷിച്ചു കണ്ടെത്തിയില്ല, വർഷം 1967. പറഞ്ഞോ മോനെ. മ്യൂസിക് MS ബാബുരാജ് സാർ, അത് അറിയാമല്ലോ. ലിറിക്സ് P ഭാസ്കരൻ സാർ, പാടിയത് KJ യേശുദാസ്. അയ്യോ, പറയേണ്ട കാര്യമില്ല, ഒരു നിവൃത്തിയില്ലാത്ത ഈ കാര്യം. ഇങ്ങനെയുള്ള 3 പേര് ചേർന്നാൽ ചുമ്മാ അതൊരു പാട്ടുണ്ടാവത്തില്ലടാ. നീ അത് നോക്കിയാൽ മതി. നമ്മളൊക്കെ പണ്ട് ഈ റെക്കോർഡ്, പിന്നാണ് കാസറ്റ്സ് വന്നത്. ഈ റെക്കോർഡ് HMVയുടെ ഒക്കെ റെക്കോർഡാണ്. അപ്പോൾ അത് പോയി ചിലപ്പോൾ എല്ലാം അവർ പ്ലേ ചെയ്തൊന്നും കാണിക്കത്തില്ല. ഒന്ന് കീ കോ കോ കോ, അതെ അത് വേണോ എന്ന് ചോദിച്ചിട്ട് അവ കാര്യം ഭയങ്കര സെയിൽസാണ്. അപ്പം നമുക്കിത് നോക്കി ആരാ മ്യൂസിക്, ആരാണ് പാടിയ അങ്ങോട്ട് മേടിക്കും. കാര്യം അത് ഗ്യാരണ്ടിയാണ്, അത് നല്ലതായിരിക്കും. അതൊക്കെ ഞാനിങ്ങനെ എൻ്റെ റെക്കോർഡ് പ്ലെയറൊക്കെ ഞാനിങ്ങനെ ഓർത്തു. കുറേ നല്ല ഓർമ്മകൾ മക്കളെ, കുറേ സന്തോഷം കേട്ടോ മോനെ. ഓ സാർ, ആ കിനാവിൻ്റെ ഇന്നലെ അതൊന്ന് പാടാമോ? ഇന്നലെ മയങ്ങുമ്പോൾ, അത് വല്ലാണ്ട് മയങ്ങിപ്പോടാ, ഫ്ലാറ്റ് കുറച്ചുകൂടെ കൂട്ടി പിടിക്കും. ഇന്നലെ മയങ്ങും. മക്കളെ ചിരിക്കുന്നുണ്ടോ? എനിക്ക് ഇനി എത്തുന്നില്ല അത് കേട്ടോ. അത് പിന്നെ ഒരു മണി കിനാവിൻ്റെ, ഒരു മണി കിനാവിൻ്റെ. മോനെ, ഇത് എനിക്ക് തോന്നിയത് ഈ സംഗതികൾക്കെല്ലാം കുറച്ച് ബലം കൂടിപ്പോയോ, ഭയങ്കര ഒരു ആധികാരിക സ്വഭാവം സംഗതികൾക്കൊക്കെ വന്നു. പക്ഷെ നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. അപ്പൊ അതെന്തോ ഒരു തൊണ്ടയ്ക്ക് ഒരു പിടുത്തം പോലെ തോന്നി എനിക്ക് പാടുമ്പോഴേ. എന്ന് പാടുമ്പോൾ ഉള്ള ഒരു കൂളവസ്ഥ ഉണ്ടല്ലോ, നീ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു ബലം കൂടിപ്പോയോന്നൊരു അവിടെ അത് കുഴപ്പമില്ല, വിട്ടേക്ക് മോനെ. അതുപോലെ ഈ അനുപലിൽ 3 ഉണ്ടല്ലേ, അപ്പോൾ അത് മാധവമാസത്തിൽ മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന ഇതിനാ ഞാൻ തീരാന എന്ന് പറയുമ്പോൾ ഒരു സുഖം അത് എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ, ആ ഒരു ഗ്ലൈഡ്. പിന്നെ അത് മണം പോലെ അത് നന്നാക്ക്. മാതളപ്പൂമൊട്ടിൻ മണം പോലെ പോലേക്ക് അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കാം കേട്ടോ മോനെ. ഓക്കെ സാർ. മക്കളെ, തങ്കക്കിന അതൊന്ന് പാടാമോ? തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണ തൻ, തങ്കക്കിനാവിങ്കൽ. അത് കുറച്ചും കൂടെ സുഖമാവാം കേട്ടോ. ഓക്കെ സാർ. വന്നാലേ അതിനൊരു സുഖമുള്ള ആ സംഗതിക്ക്, അതുകൊണ്ടാ പാടാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ സാർ. മക്കളെ, പിന്നെ ഈ വാനത്തിൽ അത് എന്തൊരു തുടക്കം. നീ എവിടുന്ന് ഏത് നോട്ട് ഇതാ കയറി പിടിച്ചോണ്ട് തുടങ്ങിയത്? ഉമ്പായോ? വാനത്ത് ഉമ്മില്ലാതെ വാനത്തിൽ. അത് നമുക്കൊരു ധാരണ വേണം മോനെ, ഇന്ന സ്ഥലത്ത് തുടങ്ങുന്നത്. ഇപ്പം നമ്മൾ ഫിസിക്കലി നമ്മുടെ ഉള്ളിൽ നമ്മൾ വിചാരിച്ചാൽ മതി അതിങ്ങനെ ഇന്ന സ്ഥലത്ത് വാനത്തിൽ എന്ന് പറഞ്ഞ് വരണം. അല്ല, വാനത്തിൽ യഥാർത്ഥ വാനത്തിൽ കയറി പിടിച്ചിട്ട് തൂങ്ങിക്കിടന്നാൽ അതെപ്പോഴും നോക്കണം കേട്ടോ. കാര്യം അതൊക്കെ ഒരു എന്താ പറയുക, സുപ്രധാനമായിട്ടുള്ള ഈ കോമ്പസിഷൻ്റെ ഒരു ചന്തമെന്ന് പറഞ്ഞാൽ തുടക്കവും അവസാനവും ഇടയിലും ഒക്കെ അങ്ങ് സുഖമാണ്. നമുക്ക് എവിടെ മിസ് ചെയ്താലും നമുക്കൊക്കെ അറിയുകയും ചെയ്യാം
കേട്ടോ. അത് ഓക്കെ സാർ. അത് മക്കളെ അതേ ഉള്ളൂ. അത് പ്രധാനമായിട്ട് അത് മക്കളെ ആ ലൈൻ്റെ അത് ഒന്ന് പാടാമോ? വാനത്തിന്നീരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ. ആ പോലേക്ക് ഭയങ്കര ഒരു ബലം ഉണ്ടായിരുന്നു മുമ്പ് പാടിയപ്പോ. എന്ന പോലെ. ശരിയായിക്കൊണ്ടാ മതി കേട്ടോ മോനത് കാര്യം. ഇതൊക്കെ നേരെ പാടുന്നതാ നീ. ആ മൂട് പടമണിഞ്ഞ മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ. മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മാടി വിളിക്കാതെ നീ വന്നു. മാടി വിളിക്കാതെ നീ വന്നു. അതിനെ കൊണ്ട് അത് കേൾക്കാൻ വേണ്ടി പാടിച്ചത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെ ഒന്ന് കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഇതിലുള്ള സംഗതികളൊക്കെ അതിങ്ങനെ വെണ്ണ പുരട്ടി വേണം പാടാൻ. അപ്പോൾ അതൊരു സുഖം. അത് കുറേയും കൂടെ ഒരു എക്സ്ട്രാ ബ്യൂട്ടി വരും മോനെ പാടുമ്പോൾ. നമ്മളത് ഒരു സംഗതി എന്ന് പറഞ്ഞ് പാടിയിട്ട് അതിൽ ഒരു അഴകില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അപ്പം അതിനൊരു സുഖമുണ്ടാവണം ഏത് പാടുന്നതിനും കേട്ടോ. അതേ ഉള്ളൂ, അല്ല വേറൊന്നുമില്ല. മനോഹരമായിട്ട് തന്നെ പാടി മക്കൾ. അതിപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, അത് കൂടുതൽ പാടുമോ നീ? അയ്യോ ഓവറായിട്ട് ഇല്ല, ലിറിക്സ് ഇങ്ങനെ ഓർക്കും, അത്രേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ. ഫിസിക്കലി കുറേ പാടിയാൽ നമ്മുടെ തൊണ്ട സ്ട്രെയിൻ ആവരുത് മോനെ. ഓക്കെ സാർ. ആയി കഴിഞ്ഞാൽ പിന്നെ സംഭവം വരും, പക്ഷെ അതിനൊരു സുഖം ഉണ്ടാവത്തില്ല. ഓക്കെ സാർ. കേട്ടോ, അത് മക്കൾ എപ്പോഴും മനസ്സിൽ വെച്ചോണം. അന്ന് പാടിയാൽ പോരല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു പിടുത്തം വന്നാൽ ആ ഫ്ലോ അങ്ങ് പോകൂടാ. അതാണ്, അത്രേ ഉള്ളൂ. പക്ഷെ നിന്നെ നല്ല ചന്തമുണ്ട് കാണാൻ. എങ്ങനെയാ അത്? മെഡിക്കൽ റെപ്പ് ഫീലിലാ വന്നേക്കുന്നത്. പഴയ നായകൻ ഫീലാണ്. പഴയ നായകൻ, ഞാനതാ ഓർത്തത്. ഒരു 70s നായകൻ ഒരു വേഷത്തിലൊന്ന് നിൽക്കുന്ന ഒരു ഫീലാണ്. അസാധ്യം. അപ്പൊ മക്കളെ നിങ്ങൾ കാണാൻ സുന്ദരനാടാ. നിന്റെ ചിരിയുണ്ട്, നിന്റെ ചിരി കുറച്ചും കൂടെ നമ്മളിലേക്ക് എത്തട്ടെ കേട്ടോ. എന്തെങ്കിലും മനോഹരമായിട്ടൊരു പാട്ട് സെലക്ട് ചെയ്തോണ്ട് വന്നിട്ട് കുഞ്ഞിന്. ഇന്നലെ മയങ്ങുമ്പോൾ ഇല്ലാതെ ബാബുക്കട റൗണ്ട് പൂർത്തിയാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ തന്നെ ഈ സോങ് കേൾക്കാൻ പറ്റി. ആരെങ്കിലും കൊണ്ട് സുറുമെഴുതിയ മിഴികളെയും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്ന എനിക്ക് ഉറപ്പായിരുന്നു. ചുമ്മാ പാടാ. എന്തൊക്കെ ഇപ്പൊ പറഞ്ഞ നിന്നെ കൊല്ലും ഞാൻ. എന്നാ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആ മാധവ മാസത്തിൽ ചേച്ചി ഒന്ന് പാടിത്തരണം പ്ലീസ് ചേച്ചി. അതേത് മാസം? മാധവ മാസം. സുറുമയെഴുതിയ മിഴികളെ പ്രണയ മധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ പ്രണയ മധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ. ആക്ച്വലി ഇതാണ് എനിക്ക് തോന്നുന്നില്ല, ഒറിജിനൽ കമ്പോസിഷൻ പോലെ ബാബുക്കട പാട്ട് ചിലപ്പോൾ പാടാൻ പറ്റില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് നമ്മുടെ വേർഷൻ ആക്കാൻ പറ്റും ബാബുക്കട പാട്ടുകൾ ഏതും. അത് മാറ്റിയത് കേൾക്കുന്നവർക്ക് ഫീൽ ചെയ്യൂല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനും മഞ്ജരിയും പറയായിരുന്നു, ഇപ്പോൾ ഞാൻ സാറോട് ചോദിക്കായിരുന്നു, ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കീനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ആ സംഭവം ഉണ്ടോന്ന്. അപ്പോൾ സാറ് പറഞ്ഞത് എൻ്റെ മനസ്സിൻ്റെ വെറും തോന്നലാണ്, അതില്ല എന്നാണ് സാറ് പറഞ്ഞത്. അത് സത്യമാണ്. കാരണം ആ സംഗതി ഇല്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ സംഗതി ഫീൽ ചെയ്യും. അത് ഉണ്ടോ ഇല്ലേ? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ബാബുക്കയുടെ കമ്പോസിഷൻസ് എല്ലാം ഹൃദയത്തിൽ നിന്നാണ് പാടേണ്ടത്. ഇറ്റ്സ് നോട്ട് ഫ്രം ത്രോട്ട് ആണ് സർ. എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഹെഡ് വോയിസും നമ്മുടെ ത്രോട്ടിൽ സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ലാതെ ബാബുക്കയുടെ കമ്പോസിഷൻസ് പാടി ഫലിപ്പിക്കാൻ പറ്റും. അത്ര ഒരു ഹാർഡ്നെസ് വേണ്ട ചില സംഗതികൾക്ക്. ലൈറ്റാണ്
ഓരോ ചെറിയ നോട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം വെറുതെ അല്ല ആ നോട്ട് അവിടെ വെച്ചിട്ടുള്ളത്. ആ സസ്റ്റൈൻഡ് വെരി എൻഡിന് പോലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ പാളികേനെ പോയി ഓരോ ക്രോച്ചിറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ ആ പാട്ട് ചെയ്യേണ്ടത് എനിക്ക് തോന്നും. പ്രണയമില്ലാത്തവർക്കും പ്രണയം തോന്നുന്ന പ്രണയിപ്പിക്കുന്ന പാട്ടുകളാണ് അദ്ദേഹം തോന്നിയിട്ടുള്ളത് കൂടുതൽ നമ്പേഴ്സും. എന്തായാലും ബദ്രി ഗംഭീരമായിട്ട് പാടി. കൂടുതൽ ടെക്നിക്കാലിറ്റീസ് ഇനി പറയേണ്ട കാര്യമില്ല. അത്രയും കിടിലായിട്ട് സാർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് ഇനിയും പ്രാക്ടീസ് ചെയ്ത് വരട്ടെ. താങ്ക് യു ചേട്ടാ. ചേച്ചി ബദ്രി ശരിക്കും നല്ലൊരു പാട്ട് എന്നുള്ളത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും നമ്മൾ ഒരുപാട് വേദികളിൽ പാടിയ ഒരു പാട്ട് കൂടിയാണിത്. എല്ലാവരും പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട്, എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട്. അപ്പം അത്തരത്തിലൊരു പാട്ട് സെലക്ട് ചെയ്തതിൽ ആദ്യം വലിയൊരു കയ്യടി. അത് ഇടയ്ക്ക് അങ്ങനെ വരും. മഞ്ജരിയെ കണ്ടിട്ട് ഒരു ആണത്തം തോന്നിയാ ഓക്കെ സാർ. അപ്പോൾ അത്രയും നല്ലൊരു പാട്ട് നല്ല ഭംഗിയായിട്ടാണ് ഓർക്കസ്ട്ര കുട്ടിയെ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് തോന്നി ഇപ്പം ശരത് സാർ കറക്റ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ഫീല് വന്നു. അത് ആ പിയാനോ ബാക്കിങ്ങിലൂടെ പോകുമ്പോഴാണ്. ബാക്കി എല്ലാ തബലയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ ഉണ്ട്. അത് താളത്തിൽ പോകുന്ന സമയത്ത് കോൺഷ്യസ് ആവുന്നുണ്ട്, അല്ലാത്ത സമയത്ത് ഒന്ന് ഒഴുകി പാടുന്നുണ്ട്. അപ്പൊ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കേൾക്കാം. പിയാനോയുടെ കൂടെ മാത്രം നല്ല ശബ്ദമാണ് ബദ്രിയുടെ. ബ്യൂട്ടിഫുൾ ആണ്. മെച്ചുവേർഡ് ആയ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും എന്തുകൊണ്ടും നല്ലൊരു പാട്ട്, നന്നായി നിന്ന് പാടി. ശരിക്കും കാണുമ്പോഴും ഒരു ശാന്തമായ ഒരു കാമുകൻ നിന്ന് പാടുന്ന പോലെ ഉണ്ടായിരുന്നു. ഈ ഹെയർ സ്റ്റൈലൊക്കെ അതിനു വേണ്ടിയാണോ അതോ യൂഷ്വലി ഇങ്ങനെയാണ്? ഇതൊക്കെ ഞങ്ങൾക്ക് ബദ്രിയുടെ വെറൈറ്റി കോസ്റ്റ്യൂംസ് ആണ്. ഇതൊക്കെ വല്ലപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റൂ. ലീവ് മുണ്ടും ചുബയും മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് കർണാട്ടിക് കൂടുതൽ പാടുന്നത്. അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ഒരു ചക്കരയാണ്. അത് പറയാതിരിക്കാൻ പാടും. വല്ല ഇൻസ്ട്രുമെന്റ്സും വായിക്കോ? ഗിറ്റാറ്, കീബോർഡ്, എല്ലാം വായിക്കും. പാട്ട് കമ്പോസ് ചെയ്യും. എവിടെയെങ്കിലും ഇറക്കിയോ? പാട്ട് ഇറക്കിയോ? രണ്ടെണ്ണം ഇറക്കി. കേൾക്കണോ ഒരു രണ്ടുപേര് കേൾക്കാം. ഓൺ കമ്പോസിഷൻ. ആനന്ദനയനനെ കണി കാണണം, നീരദനയനനെ കണി കാണണം, ഒരുമയിൽ പീലി നെറുകയിൽ ചൂടിയ ഗോകുലപാലനെ കണി കാണണം, സരസിജനയനനെ കണി കാണണം, ആനന്ദനയനനെ കണി കാണണം, നീരദനയനനെ കണി കാണണം. വെരി ഗുഡ്, വെരി ഗുഡ് മോനെ. താങ്ക് യു. എന്നെ തന്നെ കാണുന്നുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ കമ്പോസിഷൻ ഒക്കെ ഞാൻ ചെയ്യുന്ന 5ാം ക്ലാസ്സിലാണ്. ഈ പറഞ്ഞ ആദ്യം കൃഷ്ണഭക്തി ഗാനമാണ് ഞാനും എഴുതി കമ്പോസ് ചെയ്തത്. കുറേ പാട്ടുകളുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നീ നല്ലൊരു കമ്പോസർ ആവും. അത് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത പാട്ട് പാടുമ്പോ അതിനൊരു ഫീല് കണ്ടോ? ഇന്നലെയും മയങ്ങുമ്പോളിനേക്കാളും ഫീൽ ഞാൻ പറയാൻ വരുമായിരുന്നു. എന്നാ മോനെ ഇത് പാടിയാ മതിയായിരുന്നു. ബാബുക്ക റൗണ്ടിൽ വന്നിട്ട് ഈ പാട്ട് ഇഷ്ടപ്പെട്ടേനെ എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി. താങ്ക് യു മാം, താങ്ക് യു. മറന്നുപോയല്ലോ ചേച്ചി പറഞ്ഞോണ്ടിരുന്നത്. ഞാനിപ്പോ ഇതിലിരിക്കുക. ഇനി നിനക്ക് എന്ത് വേണോടാ? അപ്പൊ മഞ്ജരിക്ക് നേരത്തെ അറിയാവുന്ന പാട്ടായിരുന്നു. മഞ്ജരിയാണ് ഇനി ഇത് പാടിയത്. ഞാനതിപ്പോ കേട്ടു. എന്ത് ഭംഗിയാണ്. ബീം പ്ലസ് സൂപ്പർ സൂപ്പർ. താങ്ക് യു ചേച്ചി. മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന
ആദ്യം വിരിയുന്ന മാതള പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു ഓമനെ നീ എൻ്റെ അരികിൽ വന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. സൂപ്പർ ചേച്ചി, സൂപ്പർ. താങ്ക് യു സോ മച്ച്. എന്നാ നീ പൊക്കോടാ. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ താങ്ക് യു മച്ച്. താങ്ക് യു മാം. ഇനി എന്താടാ മാർക്കല്ലേ? റെഡി രഞ്ജിനിയാണ് റെഡിയാണോ? പറ. ഓക്കെയാണ്, ഞാൻ Ready എഴുതി ആണോ? വെച്ചിട്ടുണ്ട്. Okay. 8 out of 10. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ശരത് സർ. ഹായ് മോനെ, ഹായ് സർ. നിനക്ക് എത്ര കിട്ടിയാൽ നിനക്കൊരു ചിരി വരും, സന്തോഷം. 9. അയ്യേ, നീ ചിരിക്കണ്ട, നീ കുറച്ച് ചിരിച്ചാ മതി കേട്ടോ. 8.7. താങ്ക് യു സർ. അതെന്താ ഈ 7? ചുമ്മാ സപ്തസ്വരങ്ങൾ, സപ്തമാതുക്കൾ, സപ്ത ഋഷികൾ. ഓക്കെ ചേച്ചി. ഞാൻ 8.25. താങ്ക് യു സർ. താങ്ക് യു. ഈശ്വര. ഓക്കെ, സോ ടോട്ടൽ 24.95. അടിപൊളി.